ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാട്ടർ ലില്ലിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് പുതിയ വെറൈറ്റി ഒന്നുമല്ല. പാപ്രോൺ പിങ്ക് എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ. ഒരുപാട് പുതിയ ഒരു വെറൈറ്റി വാട്ടർ ലില്ലി ഒന്നും അല്ലെങ്കിലും കണ്ടുപരിചയമുള്ള സാധാരണ നമ്മൾ കണ്ടുപരിചയമുള്ള വാട്ടർ ലില്ലികളിൽ നിന്ന് ആ കളർ കൊണ്ടും അതിൻ്റെ രൂപഭംഗി കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പാപ്രോൺ പിങ്ക്. ട്രോപ്പിക്കലായിട്ടുള്ള നമുക്ക് എന്നും പൂതരുന്ന വാട്ടർ ലില്ലികൾ ഒരാളാണ് പാപ്രോൺ പിങ്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൾട്ടി പെറ്റലായിട്ടുള്ള നമ്മൾ സാധാരണ കാണുന്ന സിംഗിൾ പെറ്റലിന് പുറമെ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് അടക്കം അകത്തോട്ട് നിറയെ പെറ്റൽസ് ഉള്ള നല്ലൊരു വെറൈറ്റിയാണ്. ഒരു പേസ്റ്റൽ പിങ്ക് കളറാണ് നമ്മുടെ പാപ്രോൺ പിങ്കിൻ്റെ കളർ വരുന്നത്. ആദ്യത്തെ ദിവസം കുറച്ചുകൂടെ ഒരു നല്ല പിങ്കും, അതേപോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം കളർ കുറഞ്ഞ ഒരു ശരിക്കും ഒരു പേസ്റ്റൽ കളറിലുള്ള കളറാണ് കേട്ടോ നമ്മുടെ പാപ്രോൺ പിങ്കിൻ്റെ. അതേപോലെ തന്നെ നല്ല ഗ്രീൻ ലീഫ്, പ്രത്യേകിച്ച് മാർക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ വെരിഗേഷൻസ് ഒന്നും ഇല്ലാത്ത നല്ല പ്ലെയിൻ ഗ്രീൻ ലീഫ്. നമ്മൾ വലിയ പോട്ടിൽ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് വരുന്ന ലീഫുകളാണ് കേട്ടോ. നമ്മളൊരു ചെറിയ ടബിൽ വെച്ചിട്ട് തന്നെ ലീഫിൻ്റെ സൈസ് നല്ല എക്സ്ട്രാ ലാർജ് ആയിട്ട് തന്നെ ആ ഒരു പോട്ട് സൈസ് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ മറ്റ് മൾട്ടിപെറ്റൽസ് വാട്ടർ ലില്ലികളെ പോലെ നമ്മുടെ പാപ്രോൺ പിങ്കും ആദ്യ ദിവസം ഒരു രൂപവും രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം വേറൊരു രൂപമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ദിവസം ആ സെൻറ്റർ ഭാഗം ഒന്ന് ഉയർന്ന് ബാക്കി പെറ്റൽസ് ഇങ്ങനെ മലർക്കെ തുറന്ന് വരുന്ന ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ദിവസം അതൊരു കൊട പോലെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കൂണിൻ്റെ ഷേപ്പിലൊക്കെ താഴത്തോട്ട് പെറ്റൽസ് നിൽക്കും. രണ്ടാമത്തെ ദിവസം ഇങ്ങനെ തുറക്കും, മൂന്നാമത്തെ ദിവസം ശരിക്കും ഒരു കൊട പോലെയാണ് താഴത്തോട്ട് പെറ്റൽസ് നിൽക്കുക. അപ്പോൾ 3 ദിവസവും നമ്മുടെ പാപ്രോൺ പിങ്കിന് 3 ഷേപ്പ് തന്നെയാണ്. അപ്പോൾ ട്യൂബർ വഴിയാണ് നമ്മൾ പാപ്രോൺ പിങ്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്യൂബർ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ മറ്റുള്ളതിനെ സംബന്ധിച്ച് അത്ര ഈസി പ്രൊപ്പഗേഷൻ അല്ല. എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി പാപ്രോൺ പിങ്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊപ്പഗേഷൻ അല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തൈകൾ തരാറുണ്ട് ട്യൂബർ വഴിയാണെങ്കിൽ കൂടി. ഇപ്പോൾ ചോമ്പു പട്ടാര എന്നൊരു വാട്ടർ ലില്ലി നമ്മുടെ പാപ്രോൺ പിങ്കുമായിട്ട് വളരെയധികം രൂപസാദൃശ്യമുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റി നമുക്ക് നമ്മുടെ കളക്ഷനിൽ ഉൾപ്പെടുത്തുകയായിരിക്കും നല്ലത്. രണ്ടും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് കേട്ടോ ഇവർ തമ്മിൽ വരുന്നത്. ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിലും അതുപോലെ തന്നെ രൂപം കൊണ്ടും വ്യത്യസ്തമായ വാട്ടർ ലില്ലീസ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കളക്ട് ചെയ്യേണ്ട നല്ലൊരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ പാപ്രോൺ പിങ്ക് എന്ന് പറയുന്നത്. വാട്ടർ ലില്ലി ആരാധകരെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഭംഗിയുള്ള ഒരു സുന്ദരി തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ പാപ്രോൺ പിങ്കിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് മറ്റൊരു പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം.